കേരള പോലീസ് സർവീസിലെ ഉമേഷ് എന്ന് പറയുന്ന DYSPയെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ 2 ദിവസമായി. അയാൾ സസ്പെൻഷനിലാണ്. സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയാമോ? അതിന് സസ്പെൻഷനുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഇയാൾ ഒരു യുവതിയെ ഒരു കേസിനകത്ത് അറസ്റ്റ് ചെയ്ത ഒരു യുവതിയെ ഇയാൾ നടപടിയൊന്നുമില്ലാതെ വിട്ടയച്ച് അതിന് ശേഷം ആ യുവതിയുടെ വീട്ടിലോട്ട് ചെന്നിട്ട് അയാൾ അവരെ പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്തു, പീഡിപ്പിച്ചു. ഇതാണ് കാര്യം. ഒന്ന്. പിന്നെ കേസ് ഒഴിവാക്കാനായിട്ട് ആരുടെ നിന്നോ പണവും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള അലിഗേഷൻ എന്ന് പറയുന്നത് വളരെ വലിയ അലിഗേഷനാണ്. ഈ അലിഗേഷൻസൊക്കെ ഉള്ളതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇത് അയാളുടെ കീഴിൽ അന്ന് വർക്ക് ചെയ്തിരുന്ന അയാൾ CI ആയിട്ട് വടക്കഞ്ചേരി സ്റ്റേഷനിലിരുന്നപ്പോൾ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു 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 യുവതിയെ അയാൾ വളരെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചതിന് ശേഷം അയാൾ വീണ്ടും അവിടെ പോയി അവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് അയാൾ ഒരുപാട് പ്രാവശ്യം അവർ ചെയ്തുകൊണ്ടിരുന്നു. പോലീസല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? ആരുടെ അടുത്ത് പരാതി പറയും? അത് ആ സ്ത്രീക്ക് വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് സഹിക്കേണ്ട ഗതികേടായിരുന്നു അവർക്ക്. അത് ഏതാണ്ട് 11 വർഷം മുമ്പുണ്ടായ സംഭവമാണ്. ഇതിന് ശേഷം അന്ന് ഇയാളുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്ന SHO ആയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അയാൾ ഇപ്പോൾ CI ആണ്. അയാൾ വടക്കഞ്ചേരി CI ആയിരുന്നു. അയാൾ ചെർപ്പളശ്ശേരി CI ആയിരുന്നു. ചെർപ്പളശ്ശേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ അയാൾ തൂങ്ങി മരിച്ചു. അയാൾ ഏതാണ്ട് ഒരു 10-32 പേജ് വരുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് അയാൾ എഴുതി വെച്ചു. അത് വലിയ കഥ എഴുതുന്ന പോലെ എഴുതിയേക്കാണ്, മുഴുവൻ അതിനകത്ത് എഴുതിയേക്കാണ്. അപ്പോൾ അത് മുഴുവൻ എഴുതി വെച്ചിട്ടാണ് അയാൾ തൂങ്ങി മരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇതിപ്പോൾ അത് തൂങ്ങി മരിച്ചതിന് ശേഷം എത്ര ദിവസമായി? ഇത്രയും ദിവസങ്ങളായി അയാൾ തൂങ്ങി മരിച്ചതിന്. അന്ന് പോലീസിൻ്റെ കയ്യിൽ ഈ കത്ത് കിട്ടിയതല്ലേ, ഈ അയാൾ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് കിട്ടിയതല്ലേ. അതിനകത്തുനിന്ന് ഈ യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഗ്യാദർ ചെയ്യാം. ഇയാൾ ഇതേപോലുള്ള ഒരു വൃത്തികെട്ടവനായിരുന്നു എന്നുള്ളത് ഉമേഷിനെ കുറിച്ച് നല്ലതായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. അതൊരിക്കലും പോലീസ് സേനയിൽ അനുവദിച്ചുകൂടാത്ത വിധത്തിലാണ് ഈ രീതിയിൽ ഈ യുവതി ഉപദ്രവിക്കപ്പെട്ടത് എന്നുള്ളതും ഇയാളുടെ പണികൾ അതാണെന്നും ഉള്ളതും അതിൽ നിന്ന് വ്യക്തമായിരുന്നു. പോലീസ് എന്നിട്ട് ഈ യുവതിയെ കണ്ടുപിടിച്ചു. യുവതി ഇതിനെ സർട്ടിഫൈ ചെയ്യത്തക്കൊണ്ണം ഇതിനെ ശരിവെക്കുന്ന വിധത്തിൽ കറക്റ്റായിട്ടുള്ള മൊഴി ആ യുവതി കൊടുത്തു. ആ മൊഴി മാറ്റി കക്ഷിത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. എന്നിട്ട് എന്താണെന്നറിയാമോ? ഇയാളെ ഈ കാരണത്തിന് സസ്പെൻഡ് ചെയ്തു. പക്ഷേ കേസെടുക്കുന്നില്ല. ബലാത്സംഗ പരാതിയിലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ബലാത്സംഗ കുറ്റത്തിനാണ് പറഞ്ഞുകൊണ്ട് ആരോപണത്തിലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ അതിന് കേസെടുക്കുന്നില്ല. അതിന് കേസെടുക്കാത്തതിൻ്റെ കാര്യം എന്തുവാ? ഇയാൾ നമ്മുടെ സഹാക്കൾക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ്, കൊള്ളാവുന്നവനാണ് ഇയാൾ. അവരാണല്ലോ ഇപ്പോൾ സമൂഹത്തെ നന്നായിട്ട് ഭരിക്കുന്നതും നന്നായിട്ട് നയിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നതൊക്കെ ആരാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് ഇവരൊക്കെ. കാര്യം ഈ സഖാക്കൾ, അതായത് ഈ സഖാവ് പോലീസ്, അതായത് DYSP, അയാൾ CPM അനുഭാവി മാത്രം CPM കാരനാണ്. അയാൾ വളരെ പ്രകടമായിട്ട് ആ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അയാൾ മാത്രമല്ല, അയാൾ ഈ പോലീസ് അസോസിയേഷൻ ഉണ്ടല്ലോ, പോലീസ് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം CPMൻ്റെ ആളുകളാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. അവർക്ക് വളരെ വലിയ പിടിപാടുള്ള ആളുകളാണ്. അവർ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ പറ്റും അവർക്ക്. കാരണം ഇവിടുത്തെ ഈ പോലീസുകാരുടെ അസോസിയേഷൻ ആണെങ്കിലും ഈ പോലീസുകാർക്ക് വേണ്ടിയൊന്നും അവരൊന്നും ചെയ്യാറില്ല. പക്ഷേ പോലീസിലെ ഉയർന്ന തസ്തികയിലുള്ള ആളുകൾ, അതായത് SP വരെ ഉള്ള ആളുകളുടെയൊക്കെ കമ്മീഷണർമാരുടെ പോലും ട്രാൻസ്ഫർ തീരുമാനിക്കുന്നതും തടയുന്നതും അവരെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നതും ഒക്കെ യഥാർത്ഥത്തിൽ ഈ അസോസിയേഷനാണ്. അതൊരു പരസ്യമായ രഹസ്യമാണ് കേട്ടോ. അപ്പോൾ അത് മറച്ചു വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് നടക്കുന്നത്.
ആ രീതിയിലുള്ള പെരുമാറ്റമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ അസോസിയേഷൻ്റെ കാര്യം ഇതെന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഈ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഇയാളുടെ പേരിൽ ബാക്കി ഇത് ഒത്തുകളിയാണ് പോലീസിൻ്റെ ഇപ്പം നടക്കുന്നത്. ഈ ഒത്തുകളി എന്ന് പറയുന്നത് നല്ലതാണോ പോലീസിന്? നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ഇതിലൊന്ന് ഇടപെടണ്ടേ? ഒന്ന് ചോദിക്കണ്ടേ? പരസ്യമായിട്ട് ഒരുത്തൻ ഇതുപോലുള്ള ഒരു ബലാത്സംഗ കുറ്റം ചെയ്തു എന്നുള്ള ഒരു ആരോപണമുണ്ട്. ആ ആരോപണത്തിൽ അവനെ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ പേര് കേസെടുക്കത്തില്ല എന്ന് പറയുന്നത് എന്തുവാ? പിന്നെ ആ സ്ത്രീക്ക് ആരാ നീതി കൊടുക്കുന്നത്? ആ യുവതിയുടെ മൊഴി പിന്നെ എന്താണ്? ആ യുവതി മൊഴി കൊടുത്തു, ശരിയായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല അത് കണ്ടുകൊണ്ട് നിന്ന, അതായത് അതിന് കൂട്ടു നിൽക്കേണ്ട ഗതികേട് വന്ന CI, ഇയാളെ അവിടെ കൊണ്ടുവിട്ടെന്ന് പറയുന്നത് CI, അത് ഇപ്പോൾ അതായത് അന്ന് അയാൾ അവിടെ SI ആണ്. അയാൾ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചു, ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ശരിയായ എവിഡൻസ് പോലും ആയില്ലേ? എന്നിട്ടും ഇയാൾക്കെതിരെ കേസെടുക്കുന്നില്ല. ഈ ഒളിച്ചുകളി എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഒത്തുകളി കേരള പോലീസ് അവസാനിപ്പിക്കണം. നിങ്ങൾ പോലീസുകാരെ നിങ്ങൾ സംരക്ഷിക്കുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അത് വല്ല ചെറിയ എന്തെങ്കിലും അബദ്ധം പറ്റുന്ന ഒരാൾക്കോ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, അതിങ്ങനെ ഒരു സംഭവമായി, അത് അങ്ങ് പറ്റിപ്പോയതാണ് അയാൾക്ക് അബദ്ധം. ഇതല്ലല്ലോ. ഇയാൾ ഒരു തവണയല്ല പലതവണ ഈ സ്ത്രീയെ പീഡിപ്പിച്ചതാണ്. ഈ പീഡന വീരനെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഇപ്പം ഈ പോലീസ് അസോസിയേഷനും അതിനകത്തുള്ള അതിൻ്റെ നേതൃത്വ നിരയിലിരിക്കുന്ന ആളുകളും ആഭ്യന്തര വകുപ്പും കൈക്കൊള്ളുന്നത്. ഇതുവരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഇതെന്തുകൊണ്ട് ഈ FIR അറിഞ്ഞിട്ട് FIR എടുക്കുന്നില്ല? ഇതിനകത്ത് എന്തുകൊണ്ട് ക്രൈം രജിസ്റ്റർ ചെയ്യുന്നില്ല? കേരള പോലീസ് ഉത്തരം പറയണം. ഇതിനകത്ത് ആഭ്യന്തര വകുപ്പ് ഇതിന് ഉത്തരം പറയണം. അതാണ് വേണ്ടത്. ഈ നാട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ അവൻ ഒരു സഹാവായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തും ചെയ്യാം എന്നുള്ള ഈ കാഴ്ചപ്പാടുണ്ടല്ലോ, ഒരിക്കലും ശരിയല്ല, പാടില്ലാത്തതാണ്.